പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ 3 വീഡിയോകൾ അടിസ്ഥാന മൂലകങ്ങളിൽ നിന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ബ്രഹ്മാവിൻ്റെ ജനനവും ഭൂമിയുടെ രക്ഷയും, പ്രജാപതികളും അവരുടെ സന്തതികളെക്കുറിച്ചും, രുദ്രന്റെ സൃഷ്ടിയും ലക്ഷ്മിയുടെ സർവ്വവ്യാപനവും, ഭക്തധ്രുവന്റെയും രാജാവ് വേനന്റെയും പുത്രൻ പൃഥുവിൻ്റെയും മരീഷിയുടെയും ഭർത്താക്കന്മാരായ പ്രജേതസന്മാരുടെയും കഥകൾ വിവരിക്കുകയും ഭക്തപ്രഹ്ലാദന്റെ കഥ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. പിതാവായ ഹിരണ്യകശിപുവിൽ നിന്നും പുത്രനായ പ്രഹ്ലാദൻ നേരിടേണ്ടി വന്ന അധമ ശിക്ഷാവിധികളുമായി 4ാമത്തെ വീഡിയോ ആരംഭിക്കാം. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 12ാം ഭാഗത്തിൽ പ്രഹ്ലാദനെ വധിക്കുവാനുള്ള കൂടുതൽ ശ്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. പ്രഹ്ലാദനെ സ്വാധീനിക്കുവാനുള്ള ഗുരുക്കന്മാരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നും അവൻ അസുര കുട്ടികളെ ദിശ തിരിക്കുന്ന പ്രസംഗങ്ങളിൽ ഏർപ്പെടുന്നതും അവർ ഹിരണ്യകശിപുവിനെ ബോധിപ്പിച്ചു. ഹിരണ്യകശിപു ഉടൻ തന്നെ തൻ്റെ പാചകക്കാരനെ വിളിച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ഉത്തരവിട്ടു. എന്നാൽ വിഷമടങ്ങിയ ഭക്ഷണത്തിനും പ്രഹ്ലാദനിൽ ദോഷം വരുത്തുവാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഭഗവാന്റെ നാമം ജപിച്ചതിനാൽ അതിൻ്റെ വിഷം ഫലപ്രദമല്ലാതെയായി. അത് പാചകക്കാരനെ വല്ലാതെ ഭയപ്പെടുത്തി. ആ അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ച് അയാൾ രാജാവിനെ അറിയിച്ചു. അതിനുശേഷം പ്രഹ്ലാദന്റെ ഗുരുക്കന്മാരായ പുരോഹിതന്മാരോട് അവനെ നിഗ്രഹിക്കുവാനായി രാക്ഷസനായ കൃത്യനെ വിളിക്കുവാൻ കൽപ്പിക്കുന്നു. കൃത്യനെ വിളിക്കുന്നതിന് മുൻപ് പ്രഹ്ലാദനെ ബോധവൽക്കരിക്കുവാൻ ഗുരുക്കന്മാർ ശ്രമിച്ചു. അല്ലയോ രാജകുമാര, നീ മഹാനായ ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണ്. ബ്രഹ്മാവിൻ്റെ വംശജനാണ് നീ. ദൈവികതയിൽ നിനക്ക് എന്താണ് കാര്യം? ലോകം മുഴുവൻ നിന്റെ പിതാവിനെ ആശ്രയിച്ചിരിക്കുന്നു. നീ നിന്റെ പിതാവിനെ അഭയം പ്രാപിക്കുകയും എതിരാളിയെ സ്തുതിക്കുന്നത് നിർത്തുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ പിതാവ് ആദരണീയനും ഗുരുക്കന്മാരെക്കാൾ മഹോന്നതനുമാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഭാഗ്യവാന്മാരെ, എൻ്റെ പിതാവിൻ്റെ കഴിവുകളെക്കുറിച്ച് എനിക്കറിയാം. എൻ്റെ പിതാവിൻ്റെ ആദരവിലും മഹത്വത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അനന്തമായ ദൈവം എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദയവായി ശ്രദ്ധിക്കുക. ഗുരുക്കന്മാരെ, ഒരാളുടെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന 4 ലക്ഷ്യങ്ങളുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും 4 ലക്ഷ്യങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ കൈവരിക്കാൻ സഹായിക്കുന്നതാരോ അവനുമായി എന്ത് ബന്ധമാണ് നിനക്കുള്ളതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ ഗുരുക്കന്മാരാണ്. നിങ്ങൾക്ക് എന്നോട് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൽ അവൻ എല്ലാവരുടെയും സ്രഷ്ടാവും എല്ലാവരുടെയും സംരക്ഷകനും നമ്മുടെ എല്ലാം നാശകാരിയുമായി വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാന പുരസ്സരം ഞാൻ നിങ്ങളോട് മാപ്പപേക്ഷിക്കുന്നു. അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു, ഹേ വിഡ്ഢിയായ കുട്ടി, നീ ഞങ്ങളുടെ ശിഷ്യനാണെന്നും ഭാവിയിൽ നീ അസംബന്ധം പ്രവർത്തിക്കില്ലെന്നും ധരിച്ച് ഞങ്ങൾ നിന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എന്നിട്ടും നീ അസംബന്ധ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേൾക്കൂ, നിന്റെ ശാഠ്യം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലുവാൻ വേണ്ടി കൃത്യരാക്ഷസനെ വിളിക്കേണ്ടി വരും. ശുഭകരവും അശുഭകരവുമായ പ്രവൃത്തികളിലൂടെ സ്വയം സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ആത്മാവിന് ജീവിതവും മരണവും ഒരുപോലെയാണെന്ന് പ്രഹ്ലാദൻ ഗുരുക്കന്മാരെ ഓർമ്മിപ്പിച്ചു. അതിനാൽ എപ്പോഴും ശുഭകരമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കണം. പ്രഹ്ലാദന്റെ വാക്കുകൾ ഗുരുക്കന്മാരെ കൂടുതൽ ചൊടിപ്പിച്ചു. പ്രഹ്ലാദനെ വധിക്കുവാൻ കൃത്യനോട് അവർ ആവശ്യപ്പെട്ടു. കൃത്യൻ തൻ്റെ തൃശൂലം കൊണ്ട് പ്രഹ്ലാദന്റെ നെഞ്ചിൽ ശക്തമായി കുത്തി. എന്നാൽ തൃശൂലം അവൻ്റെ നെഞ്ചിൽ സ്പർശിച്ചയുടൻ ആ ആയുധം കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. തൻ്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ കൃത്യൻ ഗുരുക്കന്മാരെ കൊന്ന് സ്ഥലം വിട്ടു. ഗുരുക്കന്മാരുടെ മരണം പ്രഹ്ലാദനിൽ വലിയ വേദനയുണ്ടാക്കി. അവരുടെ മരണത്തിൻ്റെ ദുഃഖത്തിനാൽ അവരെ ഉയർപ്പിക്കണമെന്ന് ഭഗവാൻ വിഷ്ണുവിനോട് ഗാഢമായി അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട ഭഗവാൻ ഗുരുക്കന്മാരെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഗുരുക്കന്മാർ ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെ എഴുന്നേറ്റു. അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നു. ഒരിക്കലും അവനോട് ശത്രുത പുലർത്തരുതെന്ന് അസുരകുലത്തിൻ്റെ ഗുരുവായ ശുക്രാചാര്യരുടെ പുത്രന്മാർ തീരുമാനിച്ചു. പിന്നീട് അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി എല്ലാ കാര്യങ്ങളും ഹിരണ്യകശിപുവിനെ ബോധിപ്പിക്കുന്നു. പ്രിയരെ, 1ാം അധ്യായത്തിലെ 13ാം ഭാഗത്തിൽ പ്രഹ്ലാദൻ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതും സുദർശന ചക്രം അവനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പ്രഹ്ലാദനെ കൊല്ലുന്നതിൽ കൃത്യൻ പരാജയപ്പെട്ടു. ഗുരുക്കന്മാരെ കൊന്നു. പ്രഹ്ലാദൻ അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഹിരണ്യകശിപു തൻ്റെ പുത്രനെ വിളിച്ച്, ഈ അത്ഭുതങ്ങളെല്ലാം യാഥാർത്ഥ്യമാണോ, അതോ എന്തെങ്കിലും മാന്ത്രിക തന്ത്രങ്ങൾ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. പിതാവേ, എനിക്കൊരു മാന്ത്രികതയും അറിയില്ല. അത്ഭുതം എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗവുമല്ല. നിത്യനായ ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവന് ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷം ആഗ്രഹിക്കാത്തവരെ ആരാലും ഉപദ്രവിക്കാൻ കഴിയില്ല. എല്ലാ ജീവജാലങ്ങളും അവന് മുൻപാകെ തുല്യരാണ്. എൻ്റെ ഉള്ളിൽ സന്നിഹിതനായിരിക്കുന്ന ഒരേ ഒരു ഭഗവാൻ വിഷ്ണുവിനെ എല്ലാ സൃഷ്ടികളിലും ഞാൻ കാണുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും അവനെയോ അവളെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല.
ആരെയും ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശാരീരികമോ മാനസികമോ ദൈവികമോ ആയ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നത് ഈ വികാരമാണ്. എന്നാൽ ആ വാക്കുകൾക്ക് ഹിരണ്യകശിപുവിനെ പ്രീതിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പ്രഹ്ലാദനെ കോട്ടയുടെ വളരെ ഉയർന്ന ഭാഗത്തു നിന്ന് താഴേക്ക് എറിയുവാൻ അസുരൻ തൻ്റെ ആളുകളോട് കൽപ്പിച്ചു. എന്നാൽ പോലും പ്രഹ്ലാദന് ആ ശിക്ഷയും ഒരു തരത്തിലും ബാധിച്ചില്ല. കാരണം ഭൂമി മാതാവ് അവനെ വഴിയിൽ ആർദ്രതയോടെ അവളുടെ മടിയിൽ കിടത്തി. പ്രഹ്ലാദനെ സഹായിക്കുന്ന ഏതോ മായാശക്തികളുണ്ടെന്ന് സംശയിച്ച ഹിരണ്യകശിപു ശംബരാസുരനോട് അവന്റെ മായാശക്തികൾ ഉപയോഗിച്ച് പുത്രനെ കൊല്ലുവാൻ കൽപ്പിച്ചു. പ്രഹ്ലാദനെ കൊല്ലുവാൻ ശംബരാസുരൻ നിരവധി മായകൾ സൃഷ്ടിച്ചു. എന്നാൽ ആ അസുരന്റെ മായകളെ ചെറുക്കാനും പ്രഹ്ലാദനെ സംരക്ഷിക്കുവാനും ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം അയക്കുന്നു. ചക്രം അസുരന്റെ ഓരോ മായകളെയും ഒന്നൊന്നായി നശിപ്പിച്ചു. ശേഷം ഹിരണ്യകശിപു വായുവിനോട് പ്രഹ്ലാദനിൽ വരൾച്ചയുണ്ടാക്കുവാൻ കൽപ്പിക്കുന്നു. വായു പ്രഹ്ലാദന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവനിൽ വരൾച്ചയുണ്ടാക്കുവാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവന്റെ ഹൃദയത്തിൽ വസിച്ചു. അവിടെ ദൈവം വായുവിൻ്റെ എല്ലാ വരണ്ട ഫലങ്ങളെയും ആഗിരണം ചെയ്തതിനാൽ ആ പ്രവൃത്തിയും നിഷ്ഫലമായി. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ പ്രഹ്ലാദൻ തൻ്റെ ഗുരുക്കന്മാരുടെ ആശ്രമത്തിലേക്ക് മടങ്ങി വീണ്ടും വിദ്യാഭ്യാസം പുനരാരംഭിച്ചു. ഗുരുക്കന്മാർ അവനെ എല്ലാ വിഷയങ്ങളും പരിശീലിപ്പിച്ചു. പിന്നീട് അവർ വീണ്ടും പ്രഹ്ലാദനെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് അറിയിച്ചു. ഹിരണ്യകശിപു അപ്പോൾ ചോദിച്ചു, അല്ലയോ പുത്ര, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം? ഇതുവരെ നീ എന്താണ് പഠിച്ചതെന്ന് പറയൂ. നിന്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ ജ്ഞാനം പകർന്നു നൽകിയിട്ടുണ്ട്. ഞാൻ അവയെല്ലാം മനഃപ്പാഠമാക്കിയിട്ടുമുണ്ട്. സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുവാൻ നയതന്ത്ര നയങ്ങൾ പ്രയോഗിക്കണമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു. പക്ഷേ ക്ഷമിക്കണം പിതാവേ, ഞാൻ ഒരു സുഹൃത്തിനെയോ ശത്രുവിനെയോ കാണുന്നില്ല. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ നയങ്ങൾ പൂർണ്ണമായും അപ്രസക്തമാണ്. പരിശീലിപ്പിക്കാൻ ആരുമില്ലാത്തപ്പോൾ ഉപാധികളുടെ ഉപയോഗം എന്താണെന്ന് പറയൂ പിതാവേ. ഭഗവാൻ വിഷ്ണു എല്ലായിടത്തുമുണ്ട്. നിങ്ങളിലും എന്നിലും മറ്റെല്ലാ ജീവികളിലുമുണ്ട്. അതിനാൽ ദുഷ്ടപ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന് പകരം എല്ലാവരുടെയും നന്മയ്ക്കും പ്രയോജനത്തിനും വേണ്ടി ഒരാൾ തൻ്റെ ബുദ്ധി ഉപയോഗിക്കണം. ഭാഗ്യവാന്മാരായവർ എല്ലാവരും വലിയൊരു രാജ്യത്തിനും സിംഹാസനത്തിനും വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കും അവരുടെ വിധിയിൽ ഉള്ളവർക്കും മാത്രമേ ലഭിക്കൂ. ദുർബലരും ന്യായങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തവരുമായ ഏറ്റവും നിഷ്ക്രിയരും വിവേകശൂന്യരുമായ ആളുകൾക്ക് പോലും വിധി കൊണ്ടാണ് ഇവ ലഭിക്കുന്നത്. അതിനാൽ മഹത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും പുണ്യകർമ്മങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കണം. മോക്ഷം ആഗ്രഹിക്കുന്നവർ എല്ലാവരും നിഷ്പക്ഷമായ വീക്ഷണം നേടാൻ ശ്രമിക്കണം. അത്തരം പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. അവൻ പ്രസാദിക്കുമ്പോൾ എല്ലാ ദുരിതങ്ങളും ശമിക്കും. ഈ വാക്കുകൾ കേട്ട ഹിരണ്യകശിപു പ്രഹ്ലാദനെ ശക്തമായി ചവിട്ടുകയും നാഗപാശത്തിനാൽ ബന്ധിച്ച് കടലിൽ എറിയാൻ തൻ്റെ ഭൂതങ്ങളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. അസുരന്മാർ തങ്ങളുടെ യജമാനനെ അനുസരിച്ചു. നാഗപാശത്തിനാൽ ബന്ധിപ്പിച്ച ശേഷം പ്രഹ്ലാദനെ കടലിലേക്ക് എറിഞ്ഞു. പ്രഹ്ലാദന്റെ ഗമനത്തോടെ കടലിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെട്ടു. പ്രഹ്ലാദന് രക്ഷപ്പെടാൻ വഴി കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ കടലിനെ വലിയ പർവ്വതങ്ങൾ കൊണ്ട് മൂടുവാൻ ഹിരണ്യകശിപു അസുരന്മാരോട് കൽപ്പിച്ചു. അസുരന്മാർ വലിയ പർവ്വതങ്ങൾ പിഴുതെടുത്ത് കടലിലിട്ടപ്പോൾ പ്രഹ്ലാദൻ ഏകാഗ്രമായ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയരെ, 1-ാം അധ്യായത്തിലെ 14-ാം ഭാഗത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പ്രഹ്ലാദൻ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ അവന്റെ നാഗപാശം പൊട്ടുകയും അസുരന്മാർ കടലിലേക്ക് എറിഞ്ഞ പർവ്വതങ്ങൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്തതിനാൽ പ്രഹ്ലാദന് വലിയ ആശ്വാസം ലഭിച്ചു. ഭഗവാൻ വിഷ്ണു അവനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹേ പ്രഹ്ലാദ, നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. നീ കൊതിക്കുന്ന ഏതു ആഗ്രഹവും നിനക്ക് നേടാം. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കെപ്പോഴും താങ്കളോടുള്ള നിരുപാധികമായ ഭക്തി ഉണ്ടായിരിക്കുവാൻ ഇടവരട്ടെ. താങ്കളുടെ ഓർമ്മ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ. ദൈവം പറഞ്ഞു, എനിക്ക് വേണ്ടിയുള്ള നിന്റെ ഭക്തി എപ്പോഴും അങ്ങനെ തന്നെ തുടരും. ഇനി നീ ആഗ്രഹിക്കുന്നതെന്തും നേടുക. ഹേ ഭഗവാനെ, നിങ്ങളോടുള്ള എൻ്റെ ഭക്തി നിമിത്തം എൻ്റെ പിതാവ് എന്നോട് എപ്പോഴും ശത്രുത വളർത്തിയിട്ടുണ്ട്. എൻ്റെ പിതാവ് തൻ്റെ പ്രവൃത്തിയുടെ പാപത്തിൽ നിന്ന് മുക്തനാവട്ടെ. ഹേ പ്രഹ്ലാദ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. എന്നാലും നീ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അനുഗ്രഹം ഞാൻ തേടുന്നു. ഭഗവാനെ, താങ്കളോടുള്ള ഭക്തി ഒഴികെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ പ്രഹ്ലാദ, നിന്റെ മനസ്സിൽ എന്നോടുള്ള ഭക്തി മാത്രമേയുള്ളൂ. അതിനാൽ എൻ്റെ കൃപയാൽ നീ പരമമായ വാസസ്ഥലം പ്രാപിക്കും. അനുഗ്രഹങ്ങൾ നൽകി ഭഗവാൻ അപ്രത്യക്ഷനായി. പിന്നീട് ഹിരണ്യകശിപു തന്നെ പ്രഹ്ലാദനെ കൊല്ലാൻ തീരുമാനിച്ചു. പ്രഹ്ലാദനെ ഒരു തൂണിൽ കെട്ടിയിട്ട് ദൈവത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് അയാൾ തൂണിൽ ഇടിച്ചു. തൂണിൽ ഇടിച്ചയുടനെ അത് പൊട്ടി.
ഭഗവാൻ അതിൽ നിന്നും നരസിംഹരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പകുതി മനുഷ്യനും പകുതി സിംഹവുമായ അദ്ദേഹത്തിന്റെ രൂപം ശക്തമായിരുന്നു. ഹിരണ്യകശിപുവിനെ വാതിൽ പടിയിലേക്ക് വലിച്ചിഴച്ച് തന്റെ ശക്തമായ നഖങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അസുരനെ നിഗ്രഹിച്ചു. പിതാവിന്റെ വധത്തിനു ശേഷം പ്രഹ്ലാദൻ സിംഹാസനം ഏറ്റെടുക്കുകയും തന്റെ പ്രജകളെ മതപരമായി ഭരിക്കുകയും ചെയ്തു. പ്രിയരെ, ആദ്യ അധ്യായത്തിലെ 15-ാം വിഭാഗത്തിൽ കശ്യപന്റെ മറ്റു ഭാര്യമാരുടെ വംശാവലിയെക്കുറിച്ചും മരുതഗണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഹിരണ്യകശിപുവിന്റെ മരണശേഷം പ്രഹ്ലാദൻ തന്റെ വംശാവലി തുടർന്നു. പ്രഹ്ലാദന് വീരോചനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. വീരോചന പുത്രനായി ബലിയും ജനിച്ചു. വാമനാവതാരം വഴി പരാക്രമശാലിയായ ബലിയെ ഭഗവാൻ പാതാളത്തിലേക്ക് അയച്ചു. ബലിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തത് ബാണാസുരനായിരുന്നു. കശ്യപന്റെ രണ്ടാമത്തെ പത്നിയായ ധാനുവിന് ദ്വിമൂർധൻ, ശംബരൻ, അയോമുഖൻ, ശങ്കുശിരൻ, കപിലൻ, ശങ്കരൻ, ഏകചക്രൻ, മഹാബാഹു, താരകൻ, മഹാബലൻ, സുർഭാനു, വൃഷപർവൻ, പുലോമൻ, വിപ്രജിത്തി തുടങ്ങിയ പുത്രന്മാരുണ്ടായിരുന്നു. സ്വർഭാനുവിന് പ്രഭ എന്നൊരു മകളുണ്ടായിരുന്നു. ശർമ്മിഷ്ഠ, ഉപദ, ഹൈരിഷ എന്നിവർ വൃഷപർവന്റെ പുത്രിമാരായിരുന്നു. വൈശ്യാനർക്ക് പുലോമ, കൽക്ക എന്നീ 2 പുത്രിമാരുണ്ടായിരുന്നു. അവർ കശ്യപനെ വിവാഹം കഴിച്ചു. കശ്യപന്റെ പിതൃത്വത്തിൽ അവരിൽ പൗലോമന്മാർ, കൽഖയന്മാർ എന്നറിയപ്പെടുന്ന 60,000 അധികായന്മാരെ പ്രസവിച്ചു. കശ്യപന്റെ മറ്റൊരു ഭാര്യയായ താമ്രയ്ക്ക് ഷൂക്കി, ഷേനി, ബാസി, സുഗ്രീവി, സുചി, ഗൃദ്രിക എന്നീ 6 പെൺമക്കൾ ജനിച്ചു. ഷൂക്കി തത്തകൾ, മൂങ്ങകൾ, കാക്കകൾ തുടങ്ങിയ പക്ഷികൾക്ക് ജന്മം നൽകി. ഷേനി നിദ്രയ്ക്ക് ജന്മം നൽകിയപ്പോൾ ബാസി ഉറക്കം പുറപ്പെടുവിച്ചു. ഗൃദ്രിക കഴുകന്മാരെ പ്രസവിച്ചു. സുചി ജലപക്ഷികളെ പ്രസവിച്ചു. സുഗ്രീവി കുതിര, ഒട്ടകം, കഴുത തുടങ്ങിയ അശ്വജീവികൾക്ക് ജന്മം നൽകി. കശ്യപന്റെ ഭാര്യമാരിൽ ഒരാളായ വിനത ഗരുഡനെയും അരുണനെയും പ്രസവിച്ചു. ഗരുഡൻ ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമായപ്പോൾ അരുണൻ സൂര്യന്റെ സാരഥിയായി. സുരസ ലക്ഷക്കണക്കിന് സർപ്പങ്ങൾക്ക് ജന്മം നൽകി. കദ്രുവിന് ശേഷൻ, വാസുകി, തക്ഷകൻ, ശംഖുശേതൻ, മഹാപത്മം, കമ്പൽ, അശ്വതർ, ഇലപുത്രൻ, നാഗൻ, കാർക്കോടകൻ, ധനഞ്ജയൻ തുടങ്ങിയ മഹാസർപ്പങ്ങൾ പുത്രന്മാരായി ഉണ്ടായിരുന്നു. ക്രോധവംശ കോപത്തെയും പിശാചുക്കളെയും പ്രസവിച്ചു. സുരഭി പശുക്കളെയും എരുമകളെയും പ്രസവിച്ചു. ഇറ മരങ്ങൾക്കും വള്ളിച്ചെടികൾക്കും നിരവധിയിനം പുല്ലുകൾക്കും ജന്മം നൽകി. കാസ യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും ജന്മം നൽകി. മുനി കുട്ടിച്ചാത്തന്മാരെ ജനിപ്പിച്ചു. അരിഷ്ട ഗന്ധർവന്മാരെ പ്രസവിച്ചു. തൻ്റെ പുത്രന്മാരുടെ നാശത്തിനു ശേഷം ദിതി വീണ്ടും കശ്യപനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രനെ പോലും ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഒരു പുത്രനെ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് കശ്യപൻ അവൾക്കൊരു വരം നൽകി. 100 വർഷത്തെ ഗർഭകാലത്തിൽ പൂർണ്ണമായ പവിത്രത പാലിച്ചാൽ മാത്രമേ അവൾക്ക് അത്തരമൊരു പുത്രൻ ജനിക്കൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ദിതി ആ നിബന്ധന പാലിക്കാൻ സമ്മതിച്ചു. തുടർന്നവർ ഇണചേർന്നു. തൽഫലമായി ദിതി ഗർഭം ധരിക്കുന്നു. ഇളയമ്മയായ ദിതി തന്നെപ്പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു പുത്രനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പൂർണ്ണ ഭക്തിയോടെ അവരെ സേവിക്കുകയും പരിചരിക്കുകയും ചെയ്തു. യാദൃശ്ചികമായി പിതാവുമായുള്ള നിബന്ധനയായ പവിത്രത എപ്പോഴെങ്കിലും ഇളയമ്മ ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് അദ്ദേഹം ഈ ഇടപഴകൽ നടത്തിയത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ ഗർഭസ്ഥ ശിശുവിനെ പാപം ചെയ്യാതെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും. ഗർഭകാലം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു ദിവസം ദിതി നിബന്ധന ലംഘിച്ചു. പ്രകൃതിയുടെ വിളിക്ക് വഴങ്ങി അവൾ കാലുകൾ കഴുകാൻ മറന്നുകൊണ്ട് കിടക്കയിൽ കിടന്നു. ഇന്ദ്രൻ ആ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഉടനെ അദ്ദേഹം തൻ്റെ ഗദ വഹിച്ചുകൊണ്ട് ദിതിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് അദ്ദേഹം കരുവിനെ 7 കഷ്ണങ്ങളായി തകർത്തു. എന്നാൽ ഗർഭം അതിനെ അതിജീവിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. തുടർന്ന് ഇന്ദ്രൻ ആ 7 കഷ്ണങ്ങളിൽ ഓരോന്നിനെയും വീണ്ടും 7 കഷ്ണങ്ങളാക്കിക്കൊണ്ട് കരയരുതെന്ന് അവരെ ആശ്വസിപ്പിച്ചു. ദിതിയുടെ ഗർഭത്തിലെ ആ 49 കഷ്ണങ്ങൾ പിന്നീട് ഇന്ദ്രന്റെ സഹായികളായ മരുതഗണങ്ങൾ എന്നറിയപ്പെട്ടു. പ്രിയരെ, വിഷ്ണുപുരാണത്തിന്റെ ആദ്യ അധ്യായത്തിലെ 16-ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തിൽ സാർവത്രിക ക്രമത്തിന്റെ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്നു. മഹാഋഷിമാർ പൃഥുവിനെ മുഴുവൻ ഭൂമിയുടെയും രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ ബ്രഹ്മാവ് രാജ്യങ്ങളെയും വിഭജിച്ചു. ബ്രഹ്മാവ് അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും ബ്രാഹ്മണരുടെയും സസ്യങ്ങളുടെയും യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും അധിപനായി ചന്ദ്രനെ നിയമിച്ചു. രാജാക്കന്മാരുടെ അധിപനായി കുബേരനെയും ജലാശയങ്ങളുടെ അധിപനായി വരുണനെയും ആദിത്യന്മാരുടെ അധിപനായി വിഷ്ണുവിനെയും അഗ്നിയെ വസുക്കളുടെ അധിപനായും ദക്ഷനെ പ്രജാപതികളുടെ അധിപനായും നിയമിച്ചപ്പോൾ മരുതഗണങ്ങളുടെ അധിപനായി ഇന്ദ്രനെയും അസുരന്മാരുടെ അധിപനായി പ്രഹ്ലാദനെയും നിയമിച്ചു. ധർമ്മ യമരാജൻ പിതൃഗണങ്ങളുടെയും ഐരാവതം ആനകളുടെയും അധിപനായി മാറി.
ഗരുഡൻ പക്ഷികളെ ഭരിക്കാൻ നിയമിതനായി. ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവായും ഉച്ചൈശ്രവൻ കുതിരകളുടെ രാജാവായും വൃഷഭനെ പശുക്കളുടെ രാജാവായും നിയമിച്ചു. സിംഹം മൃഗങ്ങളുടെ രാജാവായി, ശേഷനാഗം സർപ്പങ്ങളുടെ രാജാവായി, ഹിമാലയം എല്ലാ ഭൂപ്രദേശങ്ങളുടെയും രാജാവായി, കപിലൻ മുനിമാരുടെ രാജാവായി, കടുവ നഖങ്ങളും നീണ്ട പല്ലുകളുമുള്ള ഹിംസമൃഗങ്ങളുടെ രാജാവായി. അതിനുശേഷം ബ്രഹ്മാവ് ഭൂമിയുടെ ഓരോ കോണുകളിലും ദിക്പാലകരെ, അതായത് ദിശാപാലകരെ നിയമിച്ചു. 7 ഭൂഖണ്ഡങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിരവധി വലുതും ചെറുതുമായ നഗരങ്ങളുള്ള ഭൂമിയെ ഈ ദിക്പാലകന്മാർ ഇപ്പോഴും സംരക്ഷിക്കുന്നു. എല്ലാ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും വാസ്തവത്തിൽ സർവശക്തനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിനാൽ ഭഗവാൻ വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും ഭൂമിയിലെ സർവ്വജീവജാലങ്ങളെയും വളർത്തുവാനുള്ള കഴിവില്ല. ആ നിത്യമായ ദൈവം ലോകത്തെ സൃഷ്ടിക്കുകയും ഒടുവിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മുഴുവൻ സൃഷ്ടിയുടെയും രൂപത്തിൽ ഭഗവാന് 4 ഭാഗങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ബ്രഹ്മാവായി അവതരിക്കപ്പെടാതെ തുടരുന്നു. 2ാം ഭാഗം പ്രജാപതികളെപ്പോലെ പ്രത്യക്ഷപ്പെടുന്നു. സമയം അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ്. അതേസമയം എല്ലാ ജീവജാലങ്ങളും 4ാമത്തെ ഭാഗമാണ്. ആരംഭം മുതലും അസ്തിത്വകാലത്തും പ്രപഞ്ചത്തിൻ്റെ അന്തിമ ഉന്മൂലനം വരെയും ബ്രഹ്മാവ്, പ്രജാപതികൾ, മറ്റെല്ലാ ജീവജാലങ്ങൾ എന്നിവയിലൂടെയും സൃഷ്ടിപ്രക്രിയ തുടർന്നു. തുടക്കത്തിൽ ബ്രഹ്മാവ് ആദിമജീവികളെ സൃഷ്ടിക്കുന്നു. തുടർന്ന് സൃഷ്ടിപ്രക്രിയ പ്രജാപതികൾ ഏറ്റെടുക്കുന്നു. അവരുടെ സന്തതികൾ ലോകത്തെ നിറയ്ക്കുമ്പോൾ സൃഷ്ടിപ്രക്രിയ സ്വയമേവ തുടരുന്നു. കാലമില്ലാതെ ബ്രഹ്മാവിനോ പ്രജാപതികൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ആർക്കും തന്നെ സൃഷ്ടിപ്രക്രിയ നടത്താൻ കഴിയില്ല. മുൻപുണ്ടായിരുന്ന ഓരോ സൃഷ്ടിയിലൂടെ നടക്കുന്ന ഓരോ സൃഷ്ടിയുടെയും അടിത്തറയിൽ ശ്രീഹരിയുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമോന്നത വാസസ്ഥലം അദൃശ്യമായി തുടരുന്നു. ശ്രീഹരി കൗസ്തുഭമണിയായി പ്രപഞ്ചത്തിൻ്റെ അദൃശ്യവും ശുദ്ധവും സർവ്വവ്യാപിയുമായ ചൈതന്യത്തെ വഹിക്കുന്നു. അദ്ദേഹം തൻ്റെ ഗതയായി ബുദ്ധിയെ വഹിക്കുന്നു. അദ്ദേഹം തൻ്റെ ശംഖിലും ശാരംഗവില്ലിലും 2 തരത്തിലുള്ള അഹങ്കാരത്തെ വഹിക്കുന്നു. 3ാമത്തെ തരത്തിലുള്ള അഹങ്കാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചക്രമായി ഉണ്ട്. കഴുത്തിൽ അലങ്കരിച്ചിരിക്കുന്ന വൈജയന്തിമാല 5 ഇന്ദ്രിയങ്ങളെയും 5 ഭൗതിക ഘടകങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രിയങ്ങളെയും മോട്ടോർ ഇന്ദ്രിയങ്ങൾ അഥവാ കർമ്മ ഇന്ദ്രിയങ്ങളെയും അമ്പുകളായി വഹിക്കുന്നു. അദ്ദേഹം കൈവശം വച്ചിരിക്കുന്ന വാൾ അറിവാണ്. അങ്ങനെ സർവ്വതും ശ്രീഹരിയെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം സ്വയം അദൃശ്യനാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ പ്രയോജനത്തിനായി അദ്ദേഹം ഇതെല്ലാം അലങ്കാരങ്ങളായി വഹിക്കുന്നു. സമയത്തിൻ്റെ എണ്ണം പോലും അവനിലുണ്ട്. 7 ലോകങ്ങളിലും ദൈവമുണ്ട്. നമ്മുടെ പൂർവികരുടെയും പൂർവികരുടെ പൂർവികരുടെയും എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം അവനാണ്. ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാ വേദങ്ങളിലും ആയുർവേദത്തിലും പുരാണത്തിലും മറ്റ് മതഗ്രന്ഥങ്ങളിലും അദ്ദേഹം സന്നിഹിതനാണ്. ലോകത്തിലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ വിഷ്ണു ഉണ്ട്. അവനിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. മനസ്സിലുള്ള അത്തരമൊരു വികാരം എല്ലാ ദുരിതങ്ങളെയും ശാരീരിക രോഗങ്ങളെയും അകറ്റി നിർത്തുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 16 ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. 2ാം അധ്യായത്തിൽ 15 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ 5ാം വീഡിയോയിലൂടെ വിവരിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.